വൈകുന്നേരം കോളേജ് കഴിഞ്ഞ് സാക്ഷി പുറത്തിറങ്ങിയപ്പോഴാണ് വണ്ടിയുടെ ബോണറ്റിൻ്റെ മുകളിൽ ചാരിയിരുന്ന് കണ്ണടച്ച് കിടക്കുന്ന അഗ്നിയെ സാക്ഷി കാണുന്നത്. അവൻ അറിയാതെ മെല്ലെ മുങ്ങിയേക്കാം എന്ന് കരുതി റോസിൻ്റെ സ്കൂട്ടിയുടെ പിറകിലിരുന്നതും റോസ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ആക്സിലേറ്റർ കൊടുത്തതും വണ്ടി മൂവ് ചെയ്യുന്നില്ല എന്നറിഞ്ഞ സാക്ഷി തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് വണ്ടിയുടെ പിറകിൽ പിടിച്ചിരിക്കുന്ന അഗ്നിയെ ഇരുവരും കാണുന്നത്. മാഡം ഇതെങ്ങോട്ടാ? ഞാൻ എനിക്കിഷ്ടമുള്ളിടത്തേക്ക് പോകും, അത് ചോദിക്കാൻ താനാരാ? ഞാൻ ആരും ആയിക്കോട്ടെ, മാഡം ഇതിന്ന് ഇറങ്ങി വണ്ടി കയറാൻ നോക്ക്. താൻ പോടോ, ഞാനിന്നേ ഇവരുടെ കൂടെയാണ് വരുന്നത്. ഞങ്ങൾക്ക് ചെറിയ ഷോപ്പിംഗ് ഉള്ളതാ, അത് കഴിഞ്ഞാൽ വന്നോളാം. എങ്കിൽ മാഡം എൻ്റെ കൂടെ വന്നോളൂ, എവിടെയാ പോവേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. അത് കേട്ടതും വേറെ വഴിയില്ലാതെ സാക്ഷി അഗ്നിയുടെ കൂടെ വണ്ടി കയറി. ഇതും കൂടി ആയതോടെ സാക്ഷിക്ക് അവനോടുള്ള ദേഷ്യം ഇരട്ടിച്ചു. എങ്ങോട്ടാ മാഡം പോവേണ്ടത്? എങ്ങോട്ടെങ്കിലും ഒന്ന് പോടോ, മനുഷ്യനിവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഓക്കെ, എന്നാൽ ഞാനൊരു മാളിലേക്ക് വിടാം. അവിടെ ആകുമ്പോൾ ഷോപ്പിംഗ് നടക്കും, മാഡത്തിൻ്റെ ചൂട് തണുപ്പിക്കാം, വല്ലത് കഴിക്കുകയും ചെയ്യാം എന്നും പറഞ്ഞ് അഗ്നി വണ്ടി മാളിലേക്ക് പറപ്പിച്ചു വിട്ടു. വണ്ടിയിൽ നിന്നിറങ്ങിയ സാക്ഷിയുടെ കൂടെ തന്നെ അഗ്നിയും നടക്കാൻ തുടങ്ങി. അതെ, ഇങ്ങനെ നടന്നാൽ ഇയാൾ എൻ്റെ കെട്ടിയോനാണെന്ന് എല്ലാവരും കരുതുള്ളൂ. ഇത്തിരി ഗ്യാപ്പിട്ട് നടന്നാൽ വലിയ ഉപകാരമായേനെ. അവൾ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ അഗ്നി നടത്തം തുടർന്നു. അതെ, താൻ ഇവിടെ നിന്നാൽ മതി, എനിക്ക് കുറച്ച് ഡ്രസ്സ് നോക്കണം, അതുകൊണ്ട് ഞാൻ ദേ അങ്ങോട്ട് പോവുക. അതും പറഞ്ഞ് സാക്ഷി നടക്കാൻ ആരംഭിച്ചതും അവനും പിന്നാലെ നടന്നു. എന്താ ഉദ്ദേശം? സാക്ഷി ഈർഷ്യയോട് ചോദിച്ചു. അത് ഇനിയും മനസ്സിലായില്ല? ചേട്ടാ, ഇത് വലിയ കഷ്ടമായല്ലോ. മാഡം ഡ്രസ്സ് നോക്കിക്കോളൂ, ഞാൻ അവിടെ നിന്നോളാം. എനിക്ക് ട്രയൽ റൂമിൽ കയറണം, അന്നേരം താനും കൂടെ വരുമോ? മാഡത്തിന് നിർബന്ധമാണെങ്കിൽ ഞാൻ വന്നേക്കാം. അത് കേട്ടതും അവൾ അവനെ തറപ്പിച്ച് നോക്കി. ടോയ്ലറ്റ് ഒഴികെ ബാക്കി എല്ലായിടത്തും വരാൻ എനിക്ക് പെർമിഷനുണ്ട്, അതാ ഞാനങ്ങനെ പറഞ്ഞത്. അത് കേട്ടതും സാക്ഷി ചവിട്ടി തുള്ളി ഡ്രസ്സ് നോക്കാൻ തുടങ്ങി. ക്യാഷ് വെയർ ഡ്രസ്സാണ് അവൾ ആദ്യം നോക്കിയത്. പിന്നീടാണ് അവൾ ഓർക്കുന്നത് നെക്സ്റ്റ് വീക്ക് ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഒരു പാർട്ടി ഉണ്ടെന്ന്, അതിന് പറ്റിയ ഒരു പാർട്ടി വെയർ ഡ്രസ്സ് കൂടി എടുത്തേക്കാന്ന്. അതുകൊണ്ട് അവൾ പാർട്ടി വെയർ ഗൗൺ നോക്കാൻ തുടങ്ങി. കുറേ എണ്ണം നോക്കിയെങ്കിലും അവൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവസാനം അവൾ അവിടെ ഉള്ളതിൽ ഏറ്റവും ഭംഗിയുള്ള 2 ഗൗൺ കൈ പിടിച്ചു. ഒന്ന് ഓഫ് വൈറ്റ് കളറും ഒന്ന് മെറൂൺ കളറും ആയിരുന്നു. അവൾ അതിൽ നിന്നും ഏതെടുക്കും എന്നറിയാതെ ഡൗട്ടടിച്ച് നിൽക്കുന്നത് കണ്ടിട്ടാണ് അഗ്നി അവളുടെ അരികിലേക്ക് ചെല്ലുന്നത്. ഇതിന് ഇത്രയും കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് രണ്ടും തനിക്ക് നന്നായിട്ട് ചേരും. ബട്ട് കുറച്ചുകൂടി ഭംഗിയുണ്ടാവുക മെറൂണിനായിരിക്കും. സാക്ഷിയുടെ അരികിൽ വന്നവൻ അത് പറഞ്ഞതും ഒരു നിമിഷം അവൾ അവനെ കണ്ണെടുക്കാതെ നോക്കി നിന്ന് പോയി എന്ന് വേണം പറയാൻ. പക്ഷെ സാക്ഷി അവന് മുന്നിൽ തോറ്റു കൊടുക്കില്ല എന്ന പോലെ അവനെ പുച്ഛിച്ച് തള്ളി വൈറ്റ് കളർ ഗൗൺ എടുത്ത് ട്രയൽ റൂമിലേക്ക് നടന്നു. അതിട്ട് നോക്കിയ സാക്ഷി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അത് പാക്ക് ചെയ്യാൻ പറഞ്ഞ ശേഷം ബിൽ പേ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ തനിക്ക് ആ വൈറ്റ് തന്നെയായിരിക്കും കൂടുതൽ ചേരുക. ഞാൻ പറഞ്ഞതിനെതിരായിട്ടേ താൻ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ആദ്യം മെറൂൺ കളർ കൂടുതൽ ചേരുമെന്ന് പറഞ്ഞത് എന്നും പറഞ്ഞവൻ അവൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ചു. ഇനി എന്താണ് പ്ലാൻ? വീട്ടിലേക്കോ അതോ മറ്റെവിടെയെങ്കിലും? അഗ്നി അത് പറഞ്ഞ് കഴിയും മുമ്പേ അവൾ എസ്കലേറ്ററിനടുത്തേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. പിന്നാലെ അഗ്നിയും ചെന്നു. അവനേക്കാൾ മുൻപേ എത്തണം എന്ന് കരുതി ധൃതിയിൽ എസ്കലേറ്ററിലേക്ക് കാലെടുത്ത് വെച്ചതും അവൾ ബാലൻസ് തെറ്റി വീഴ്ച പോയി. തൊട്ടടുത്ത നിമിഷം ബലഹീനമായ കരങ്ങൾ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചിരുന്നു. വീണ് ആകെ ചമ്മി നാറി എന്ന് കരുതി കണ്ണടച്ചു പോയ സാക്ഷി തൻ്റെ നഗ്നമായ ഇടുപ്പിൽ ആരുടെയോ കരസ്പർശനത്തിൻ്റെ ചൂടേറ്റതുപോലെ തോന്നിയതും അവൾ കണ്ണ് വലിച്ചു തുറന്നു. അപ്പോഴാണ് അവൾ തിരിച്ചറിയുന്നത് താനിപ്പോൾ അഗ്നിയുടെ നെഞ്ചോട് ചേർന്നാണ് നിൽപ്പുള്ളതെന്ന്. അവൻ്റെ കൈ ഇപ്പോഴും തൻ്റെ ഇടുപ്പിൽ മുറുകെ പിടിച്ചിട്ടുണ്ട്. വീഴാതിരിക്കാൻ പിടിക്കുന്ന സമയത്ത് കൈ ടോപ്പിനുള്ളിലേക്ക് പോയതാണ്. പോയിന്റഡ് ഹീൽസ് ഷൂസ് ആയിരുന്നു അവൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിനാലാണ് അവൾക്ക് ബാലൻസ് തെറ്റിപ്പോയത്. അന്നേരം സാക്ഷിയുടെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പിണർ കടന്നു പോയതുപോലെ തോന്നി. ഹൃദയതാളം ഉയർന്നു. ആ നിമിഷം ഇരുവരുടെയും മിഴികൾ തമ്മിൽ കൊരുത്തു. പെട്ടെന്ന് സ്വബോധത്തിലേക്ക് വന്ന അഗ്നി അവളെ നേരെ നിർത്തി പിടിവിട്ടു. അപ്പോഴേക്കും അവർ നെക്സ്റ്റ് ഫ്ലോറിൽ എത്തിയിരുന്നു. അപ്പോഴും സാക്ഷി അതേ ഷോക്കിൽ തന്നെയായിരുന്നു. അവൻ്റെ കയ്യിലെ ചൂട് അവളുടെ ഇടുപ്പിൽ അപ്പോഴും ഉള്ളതുപോലെ അവൾക്ക് തോന്നി. അവൻ്റെ കൈ പതിഞ്ഞിടത്തേക്ക് അവളുടെ കൈ പോവാനാഞ്ഞതും പരിസരബോധം വന്ന സാക്ഷി തല കുടഞ്ഞു. അവൻ തൻ്റെ ശത്രുവാണെന്ന് മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. സാക്ഷി ഫുഡ് കോർട്ട് ലക്ഷ്യം വെച്ച് നടന്നു. പിന്നാലെ അഗ്നിയും. അവളിരുന്ന ടേബിളിന് മുന്നിൽ വന്ന് ഒരു ചെയർ വലിച്ചിട്ട് അഗ്നിയും ഇരുന്നു. തനിക്ക് മറ്റെവിടെയെങ്കിലും ഇരുന്നൂടെ? ഇവിടെ ഒരുപാട് സ്ഥലമുണ്ടല്ലോ. അഗ്നി അതിന് മറുപടി പറയാൻ നിൽക്കാതെ ഒരു ഫ്രഷ് ജ്യൂസ് ഓർഡർ ചെയ്തു. സാക്ഷിക്കാണെങ്കിൽ അവൻ്റെ പ്രവൃത്തി കണ്ട് ദേഷ്യവും വരുന്നുണ്ട്. സാക്ഷിയും അവളുടെ ഓർഡർ കൊടുത്ത് വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. ഇയാൾ എങ്ങനെ വിട്ടാൽ ശരിയാവില്ല, എന്തെങ്കിലും ഒരു പണി കൊടുത്തില്ലേ എനിക്കിന്ന് മനസ്സമാധാനമായി ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് മനസ്സിൽ പറഞ്ഞ് അവൾ ചുറ്റും നോക്കി.
അപ്പോഴാണ് അവരുടെ തൊട്ടരികിലിരിക്കുന്ന ടീംസിനെ അവൾ ശ്രദ്ധിക്കുന്നത്. കണ്ടാൽ തന്നെ അറിയാം കഞ്ചാവ് ടീംസാണെന്ന്. അമ്മാതിരി ലുക്കുള്ള കുറച്ച് പയ്യന്മാർ. തൽക്കാലം ഇവർ മതിയെന്ന് കരുതി സാക്ഷി ഒരു അവസരത്തിനായി കാത്തിരുന്നു. അപ്പോഴേക്കും ഇരുവരും ഓർഡർ ചെയ്ത ഫുഡും എത്തിയിരുന്നു. മറ്റേ ടീമിലെ ഒരുത്തൻ വാഷ് ഏരിയയിൽ പോയി പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ നേരാണ് സാക്ഷി കാലുകൊണ്ട് കസേര മെല്ലെ നീക്കുന്നത്. അതോടെ അവൻ തറയിലേക്ക് മൂക്കും കുത്തി വീണു. അവനെ എല്ലാവരും കൂടി എഴുന്നേൽപ്പിച്ചു. സാക്ഷി ചിരിയടക്കി പിടിച്ചു നിന്നു. അവളുടെ ആ പ്രവൃത്തി അഗ്നി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞതും പയ്യന്മാരുടെ അരികിലേക്ക് വെയിറ്റർ ഫുഡ് കൊണ്ടുവന്നതും സാക്ഷി കാല് വെച്ച് വെയിറ്ററെ വീഴ്ത്തിയതും ഫുഡൊക്കെയും അതിലെ മറ്റൊരുത്തൻ്റെ ദേഹത്തേക്ക് വീണു. ഇത്തവണ സാക്ഷിയുടെ പ്രവൃത്തി അവരിലൊരുത്തന് കണ്ടിരുന്നു. അവൻ സാക്ഷിയുടെ അരികിൽ വന്ന് ചൂടായതും സാക്ഷി അവളുടെ മുന്നിലിരിക്കുന്ന ഐസ്ക്രീം അവൻ്റെ മുഖത്തേക്ക് അതുപോലെ കമഴ്ത്തി. അന്നേരം അവൻ അവളുടെ കൈ കയറി പിടിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് കൊടുത്തു. അപ്പോഴേക്കും അവരെല്ലാവരും കൂടി അവളുടെ നേരെ തിരിഞ്ഞു. ഇത്തവണ സാക്ഷി ചെറുതായൊന്ന് പേടിച്ചു അഗ്നിയെ നോക്കി. അവനാണെങ്കിൽ എല്ലാം കണ്ട് ആസ്വദിച്ചു ജ്യൂസ് കുടിക്കുന്ന തിരക്കിലും. ഡി നീ ഇവനെ അടിക്കുവല്ലേടി എന്നും പറഞ്ഞ ഒരുത്തൻ അവളുടെ നേരെ വന്നതും സാക്ഷി അവനെ തള്ളി മാറ്റി അഗ്നിയുടെ അരികെ വന്ന് നിന്നു. അപ്പോഴേക്ക് അഗ്നി ജ്യൂസ് ഫിനിഷ് ചെയ്ത് എഴുന്നേറ്റു. ഇതാണ് പറ്റിയ അവസരം എന്ന് മനസ്സിലാക്കിയ സാക്ഷി അഗ്നിയുടെ കൈ മുറുകെ പിടിച്ചു. ധൈര്യം ഉണ്ടെങ്കിൽ ഇയാളൊന്ന് തൊട്ടു നോക്ക്, എന്നിട്ടേ എന്നെ തൊടാൻ പറ്റുള്ളൂ. സാക്ഷി അവന്മാരെ വെല്ലുവിളിച്ചു. കൊള്ളാം, നൈസായിട്ട് എനിക്ക് പണി തന്നൂലേ, അഗ്നി സാക്ഷിയെ നോക്കി പതുക്കെ പറഞ്ഞു. ദേ എനിക്കെന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ എൻ്റെ അച്ഛൻ തന്നെ വെറുതെ വിടില്ല, സാക്ഷി അവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഡോ ആ പെണ്ണിനെ ഇങ്ങോട്ട് വിട്, അത് തൻ്റെ ആരാ? അവരിലൊരാൾ അഗ്നിയെ നോക്കി ചോദിച്ചു. ഇതെൻ്റെ ഭർത്താവാടാ പട്ടി, സാക്ഷി അവനെ നോക്കി പറഞ്ഞു. എന്നിട്ട് അഗ്നിയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഈ വേട്ടാ വിളിയന്മാരെ വെറുതെ വിടരുത്, ഇടിച്ച് പരിപ്പിളക്ക് ചേട്ടാ. ആദ്യം എൻ്റെ കൈക്ക് കയറി പിടിച്ച് അവൻ്റെ മോന്തക്ക് തന്നെ ഒന്ന് കൊടുത്തേക്ക്. അത് കേട്ടതും അഗ്നി വായും പൊളിച്ച് നിന്നു. ചേട്ടനോ? ഓഹോ ഭർത്താവാണോ? എങ്കിൽ ആദ്യം ഇവനിട്ട് എന്നെ കൊടുത്തേക്കാം അല്ലേ എന്നും കരുതി അവന്മാരെ അഗ്നിയുടെ നേരെ തിരിഞ്ഞതും അഗ്നി സമാധാനപരമായി പറഞ്ഞു. എൻ്റെ പൊന്നനിയന്മാരെ, ഇതെൻ്റെ ഭാര്യയാണ്, സമ്മതിച്ചു. പക്ഷെ തലക്ക് വെളിവില്ലാത്ത കൊച്ച, രാവിലത്തെ ഗുളിക കഴിച്ചില്ല, അതാ ഇങ്ങനെ വയലൻ്റ് ആവുന്നത്. സോറി വീട്ടിൽ അടങ്ങിയിരിക്കാഞ്ഞിട്ട് കൊണ്ടുവന്നതാ, ഇത്തവണ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്ക്. അഗ്നി പറഞ്ഞത് കേട്ടതും സാക്ഷിക്ക് ദേഷ്യം ഇരിച്ചു കയറി. തലയ്ക്ക് വെളിവില്ലേ ചങ്ങലക്കിടണം, അല്ലാതെ ബാക്കിയുള്ളവരുടെ മെക്കിട്ട് കയറുകയല്ല വേണ്ടത്. അതിലൊരുത്തൻ പറഞ്ഞത് കേട്ടതും സാക്ഷി അവന് നേരെ തിരിഞ്ഞു. ആർക്കാടാ തലയ്ക്ക് വെളിവില്ലാത്തത്? ആരെയാടാ ചങ്ങലക്കിടേണ്ടത്? താൻ വലിയ ഡയലോഗ് അടിച്ചാലുണ്ടല്ലോ. തന്നെ കണ്ടാൽ തന്നെ അറിയാം കഞ്ചാവാണെന്ന്. ശിഷ്ടകാലം ഗോതമ്പുണ്ട തിന്നാനുള്ള വക ഞാൻ ഉണ്ടാക്കിത്തരും. ഞാൻ ആരാന്നറിയോ എന്നും പറഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് അവിടെ കിടന്ന ഗ്ലാസ്സിലെ വെള്ളം എടുത്ത് ഒഴിച്ചതും അവന്മാരെല്ലാം അവളെ വളഞ്ഞു. ഇവിടെ ഇനിയും നിന്ന് ആ പ്രശ്നം കൂടുതൽ വഷളാവുകയുള്ളൂ എന്ന് കരുതിയ അഗ്നി അവിടെ ഇരിക്കുന്ന കവറും കയ്യിലെടുത്തു വെയിറ്ററുടെ കയ്യിൽ ഫുഡിൻ്റെ കാശും കൊടുത്ത് അവളെ കയ്യും പിടിച്ച് ഒരൊറ്റ ഓട്ടമായിരുന്നു. തൻ്റെ കയ്യും പിടിച്ച് ഓടുന്ന അഗ്നിയെ കണ്ട് സാക്ഷി ഓരോന്ന് വിളിച്ച് പറയുന്നുണ്ട്. ഡോ എൻ്റെ കയ്യേന്ന് വിട്, ഇവിടേക്ക് ഇനിയും വലിച്ചുകൊണ്ട് ഓടണേ, വിടടോ. ഒന്നും മിണ്ടാതിരിക്കൂ, അവന്മാർ പിന്നാലെയുണ്ട്. താൻ ഇത്രയും പേടിത്തൊണ്ടനായെന്നൊന്നും അറിഞ്ഞില്ല. വീട്ടിലെത്തിക്കോട്ടെ, അച്ഛനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബോഡി ഗാർഡാണ് പോലും. എവിടെ നിന്ന് കിട്ടിയെന്തോ. സാക്ഷി പിറുപിറുത്തു. അവന്മാർ പിന്നാലെ വരുന്നത് കണ്ടതും അഗ്നി ഓട്ടത്തിൻ്റെ വേഗത കൂട്ടി. പതുക്കെ, എനിക്ക് ഓടാൻ പറ്റുന്നില്ല, എൻ്റെ ഹീൽഡ് ഷൂസാണ്. അത് കേട്ട് അഗ്നി ഓട്ടം നിർത്തി അവളുടെ നേരെ തിരിഞ്ഞു. അവളെയും പൊക്കിയെടുത്ത് തോളിലിട്ട് ഓടാൻ തുടങ്ങി. അവൻ്റെ ആ പ്രവൃത്തിയിൽ സാക്ഷി ആകെ കിളി പോയി നിൽക്കുവാണ്. എന്തായി കാണിക്കുന്നത്? താഴെ ഇറക്കാൻ സാക്ഷി അവനെ തല്ലാനും പിച്ചാനും തുടങ്ങി. ഡി പുല്ലേ, അടങ്ങിയിരിക്കെ, ഇവിടെ നിന്നാൽ എത്താൻ പെടും, കൂടെ ഞാനും. CCTV ഫുട്ടേജ് നോക്കിയാൽ അറിയാൻ പറ്റും ആരാണ് ഇവിടെ തെറ്റ് ചെയ്തതെന്ന്. പിന്നീട് മന്ത്രിപുത്രന് നാറും, കൂടെ തൻ്റെ അച്ഛനും. അത് കരുതിയാ ഇവിടുന്ന് രക്ഷപ്പെടുന്നത്, അല്ലാതെ അവന്മാരെ പേടിച്ചിട്ടില്ല. കേട്ടോടെ അഹങ്കാരി. ഇക്കിട്ട് പണിയാൻ നോക്കിയതാണെന്ന് മനസ്സിലാവാഞ്ഞിട്ടല്ല, സ്വഭാവം വെച്ച് ഇവിടെ നിന്ന് താഴെ എറിയുകയാണ് വേണ്ടത്. അതും പറഞ്ഞ് അഗ്നി ഓട്ടം തുടർന്നു. പാർക്കിംഗ് ഏരിയയിലെത്തിയതും കാറിൻ്റെ മുൻവശത്തെ ഡോർ തുറന്നു. അവളെ ഒരൊറ്റ ഏറായിരുന്നു. അയ്യോ അമ്മ, എൻ്റെ നട്ടു. ശേഷം അവൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പറപ്പിച്ചു. അവർ പിന്നാലെ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയ അഗ്നി വണ്ടി സ്ലോ ചെയ്ത് അവളെ ഒന്ന് നോക്കി. അവളെ നേരെ അവനെ ദഹിപ്പിക്കുന്ന നോട്ടം നൽകി. താൻ എന്താ നേരത്തെ എന്നെ വിളിച്ചത്? എടി പുല്ലേന്നോ? കാണിച്ചു തരാൻ. നീ പോടി പുന്നാര മോളെ. ഇപ്പോഴോ? അഹങ്കാരത്തിന് ഇപ്പോഴും ഒരു കുറവില്ലല്ലേ? അതേ സ്വഭാവം. ഇവിടെ എത്തിയപ്പോഴല്ലേ അറിയുന്നത് ഈ സാധനമാണ് മന്ത്രിയുടെ മോളെന്ന്. അഗ്നി അവളെ നോക്കി പുച്ഛം വാരി വിതറി. ഓ, അപ്പൊ തനിക്കെല്ലാം ഓർമ്മയുണ്ടല്ലേ? പറഞ്ഞതിൽ സന്തോഷം. എന്താണാവോ ഈ വരവിന് പിന്നിൽ? നത്തിങ്.
മുകളിൽ നിന്നുള്ള ഓർഡർ അനുസരിക്കുക. തൽക്കാലം അത്രയേ ഉള്ളൂ. ഞാൻ മഹാ തറയാണ്. അടങ്ങി ഒതുങ്ങി നിന്നാൽ തനിക്ക് കൊള്ളാം. താൻ തറയാണെന്ന് എനിക്ക് അന്നേ മനസ്സിലായതാ. പിന്നെ എന്നോട് അടങ്ങിയിരിക്കാൻ പറയാൻ താൻ ആരാ? കൂടുതൽ ഷോ ഇറക്കിയാലുണ്ടല്ലോ ഞാൻ അച്ഛനോട് എല്ലാം പറയാം. ഞാൻ പോയാലും എനിക്ക് പകരം മറ്റാരെങ്കിലും വരും. അതുകൊണ്ട് ഒന്നുകൂടി ആലോചിച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുമല്ല, ഞാൻ തന്നെ കിസ് ചെയ്യുന്നതിന് തൻ്റെ കയ്യിൽ വല്ല തെളിവുണ്ടോ? ഇല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ അതൊന്ന് അറിയാതെ പറ്റിപ്പോയതാണ്. സോറി. അന്ന് വെള്ളത്തിൻ്റെ പുറത്ത് അവന്മാർ വാശി കയറ്റിയപ്പോൾ അറിയാതെ ഞാൻ അഗ്നി തപ്പിത്തടഞ്ഞു. ഓക്കെ, പഴയ കാര്യം ഞാൻ വിട്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്കൊരു ധാരണ എത്തിയാലോ? മനസ്സിലായില്ല. ഇയാൾ എനിക്ക് കുറച്ച് ഫ്രീഡം തരണം. എൻ്റെ നിഴൽ പോലെ കൂടെ വരണമെന്നില്ല. രാവിലെയും വൈകുന്നേരവും ഡ്രോപ്പ് ചെയ്യുകയും പിക്ക് ചെയ്യുകയും ചെയ്താൽ മതി. ബാക്കിയുള്ള സമയം എനിക്ക് എൻ്റെ വഴിക്ക് വിടണം. സോറി, എനിക്ക് ഡ്യൂട്ടിയിൽ കൃത്രിമം കാണിക്കാൻ പറ്റില്ല. തനിക്ക് വല്ലതും പറ്റിയാൽ ഞാൻ സമാധാനം പറയേണ്ടി വരും. സോ അക്കാര്യത്തിൽ നോ കോംപ്രമൈസ്. ഇനി മുതൽ ഞാൻ ഡ്യൂട്ടി ശക്തമാക്കേണ്ടി വരും. ആവശ്യമില്ലാതെ കുറേ ശത്രുക്കളെ കൂടി സമ്പാദിച്ചു വെച്ചില്ലേ? നേരത്തെ കണ്ട പിള്ളേരില്ലേ, അവന്മാർ ഇവിടുത്തെ നമ്പർ 1 ക്രിമിനൽ സംഘത്തിലെ ആൾക്കാരാണ്. കൂടാതെ എല്ലാം മറ്റേതും. മുന്നിൽ ചെന്ന് ചാടാതിരുന്നാൽ തനിക്ക് കൊള്ളാം. ഓ പിന്നെ, ഞാൻ ആരാന്ന് അവന്മാർക്ക് അറിയാനിട്ടാണ് സാക്ഷി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അതെ, ഇടയ്ക്കിടയ്ക്ക് എല്ലാവരോടും പറയുന്നുണ്ടല്ലോ ഞാൻ ആരാന്നറിയോ, ഞാൻ ആരാന്നറിയോന്ന്. സത്യം പറഞ്ഞാൽ കേരളത്തിലെ CM-നെ പോലും ചിലർക്കറിയാൻ പാടാണ്. പിന്നെയാണ് CM-ൻ്റെ മോള്. മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയോ മറ്റോ മോളായിരുന്നു 4 ആൾ അറിഞ്ഞേനെ. ഇതിപ്പോൾ ഞാൻ തന്നെ അറിയുന്നത് ഇവിടെ വന്നതിന് ശേഷം. മുൻപ് അറിഞ്ഞിരുന്നേലേ ഞാനിതിൽ വന്ന് തലവെക്കില്ലായിരുന്നു. അഗ്നി പറഞ്ഞത് കേട്ടതും സാക്ഷി കാറ്റഴിച്ച ബലൂൺ പോലെയായി. പിന്നെ സാക്ഷി ഒന്നും മിണ്ടിയില്ല. ഹലോ, വീടെത്തി. അഗ്നി അവൾക്ക് നേരെ വിരൽ ഞൊടിച്ചുകൊണ്ട് പറഞ്ഞു. അവനെ പുച്ഛിച്ച് തള്ളി ഡോർ തുറന്ന് ഇറങ്ങാൻ നേരം അവൾ ഒന്നുകൂടി അഗ്നിയെ നോക്കി പറഞ്ഞു. പെട്ടിയും പ്രമാണവും എടുത്ത് ഇയാൾ റെഡിയായി നിന്നു. ഞാൻ ഇയാളെ വൈകാതെ ഇവിടെ നിന്ന് ഓടിച്ചിരിക്കും. പഴയ കാര്യം പറയില്ല, പക്ഷേ തന്നെ ഓടിക്കാൻ വേണ്ടി എന്ത് തറ പരിപാടിയും ഞാൻ ചെയ്തെന്ന് വരാം. ഇത് സാക്ഷിയാണ്. സാക്ഷിയെ തോൽപ്പിക്കാൻ ഇന്നേ വരെ ആരും ശ്രമിച്ചിട്ടില്ല. ശ്രമിച്ചവരെ മുളയിലേ നുള്ളിക്കളഞ്ഞിട്ടേ ഉള്ളൂ. ഒന്ന് പോടി പോടീന്ന്. ഡോഡോഡോ പോടി പുല്ലേ. നോക്കിക്കോ, തനിക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഡെവിൾ എന്നും പറഞ്ഞ് അവൾ ഇറങ്ങാൻ നേരം അവൻ പിന്നിൽ നിന്ന് അവളെ വിളിച്ചു. ഒന്ന് നിന്നേ, ആ നഖാക്കി ഒന്ന് വെട്ടിക്കൂടെ? മനുഷ്യൻ്റെ കഴുത്ത് മുഴുവൻ നീറുക. അത് കേട്ടതും അവൾ കണക്കായി പോയി എന്നും പറഞ്ഞു നടന്നകന്നു. അവളുടെ നഗ്നമേനിയിലൂടെ അവൻ്റെ ചുണ്ടും നാവും ഒഴുകി നടന്നു. അവളുടെ ശ്വാസഗതിക്കനുസരിച്ച് ഉയർന്നു താഴ്ന്ന മാറിടത്തിലേക്ക് അവൻ വല്ലാത്ത ഭാവത്തിൽ നോക്കിയതും അവളുടെ മുഖം നാണത്താൽ പൂത്തുലഞ്ഞു. അവിടേക്ക് മുഖം പൂഴ്ത്തിക്കിടന്നു. ഇരുമാറും മതി വരാതെ നുണഞ്ഞു. ശ്രീ, ഇതിൻ്റെ ലഹരി എന്നെ വല്ലാതെ മത്തിപ്പിടിപ്പിക്കുകയാണ്. എത്ര നുണഞ്ഞിട്ടും മതി വരാതെ അവൻ അവളുടെ കാതോരം പറഞ്ഞു. അത് കേട്ടതും അവളുടെ മുഖം ചുവന്നു തൊടുത്തു. അവൻ്റെ കൈ അവളുടെ ഉടലാകെ ഇഴയാൻ തുടങ്ങി. ഒടുവിൽ പാവാട ചരടിൽ അവൻ്റെ പിടിവീണതും അവളുടെ ശരീരം വെട്ടി വിറയ്ക്കാൻ തുടങ്ങി. വേണ്ട എന്നവൾ തലയനക്കിയതും അവൻ കള്ളച്ചിരിയോടെ ചരടിൽ പിടിച്ചു വലിച്ചിരുന്നു. തൊട്ടടുത്ത നിമിഷം അവൾ കണ്ണിറുക്കി അടച്ചു. കാട്ടുവള്ളി പോലെ അവൻ അവളിൽ പടർന്നു കയറി ഒരു പേമാരിയായി അവളിൽ പെയ്തിറങ്ങി. ഒടുവിൽ ഒരു കിതപ്പോടെ അവളിലേക്ക് തന്നെ തളർന്നു വീണു. ഒരു നിലവിളിയോടെയാണ് സാക്ഷി ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നത്. അവളുടെ മുഖമാകെ വിളറി വെളുത്തിരുന്നു. നെറ്റിയിലും ചുണ്ടിനു മേലെയും വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വെള്ളം എടുത്ത് കുടിച്ചു. ശേഷം ഹൃദയതാളം പൂർവ്വസ്ഥിതിയിലായതും അവൾ ആ സ്വപ്നം വീണ്ടും ഓർത്തെടുക്കാൻ ശ്രമിച്ചു. അന്നേരമാണ് അതിലെ പെണ്ണ് താനും മറ്റേ കക്ഷി അഗ്നിയാണെന്ന് അവൾ തിരിച്ചറിയുന്നത്. അതോടെ അവളുടെ ഉള്ള സമാധാനവും പോയി കിട്ടി. ശോ, ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റല്ലേ ഞാൻ കണ്ടത്. പക്ഷേ ഫസ്റ്റ് നൈറ്റ് സെറ്റപ്പൊന്നും അല്ലായിരുന്നു. പക്ഷെ സാരി മുല്ലപ്പൂവും ഒക്കെ ഉണ്ട്. ഈ വീടും അല്ലല്ലോ. ഇനിയിപ്പോൾ അവൻ്റെ വീടാണോ അത്? അല്ല അല്ല, അതൊരു വീടും അല്ല. ഏതോ ഒരു കാട്ടുപ്രദേശമാണ്. ഇനിയിപ്പോൾ ആ കാട്ടിക്കൊണ്ടുപോയി അവനെന്നെ റേപ്പ് ചെയ്തത് വല്ലതുമാണോ? ഏയ് അല്ല. ഞാനന്നേരം അവനെ എതിർക്കുന്നൊന്നും ഇല്ലല്ലോ. പണ്ടാരം. എൻ്റെ മുഖത്ത് ഒടുക്കത്തെ നാണവും എക്സ്പ്രഷനും. ദൈവമേ, എന്തുവാ ഇത്? ഇനിയിപ്പോൾ ഞങ്ങൾ ഒളിച്ചോടിപ്പോയത് വല്ലതും ആണോ? അല്ലാതെ അവരെ കെട്ടാൻ അച്ഛന് സമ്മതിക്കുമെന്ന് തോന്നില്ല. പിന്നെ അവൻ ഒട്ടും. ഡെവിളിനെ കെട്ടാൻ ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ചിലപ്പോൾ ദൈവം എനിക്ക് അതിനു മുൻപേ ഒരു സൂചന തന്നാ. സോ ഞാൻ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നും മനസ്സിൽ കരുതി ഉറക്കം വരാഞ്ഞത് കൊണ്ട് കുറച്ചു നേരം ബാൽക്കണിയിൽ പോയി ഇരുന്നേക്കാമെന്ന് കരുതി അവിടെ ചെന്നതും താഴെ ഗാർഡൻ ബെഞ്ചിൽ മാനം നോക്കി കിടക്കുന്ന അഗ്നിയാണ് കാണുന്നത്. ഓഹ്, ഇയാൾ ഈ പാതിരാത്രിക്ക് നക്ഷത്രം എണ്ണി കളിക്കുവാണോ? മനുഷ്യൻ ഇത്തിരി സമാധാനത്തിന് വേണ്ടി ഇങ്ങോട്ട് വന്നതാ. ഇപ്പോൾ ഉള്ള സമാധാനവും പോയി കിട്ടി. ഇല്ല, അത് വെറും സ്വപ്നമാണ്.
അതൊന്നും നടക്കാനും പോണില്ല. ഇന്ന് മാളി വെച്ച് അങ്ങനെയൊക്കെ നടന്നതിനാ അത് ഓർത്തിട്ട് കിടന്നത് കൊണ്ടാവാം അങ്ങനെയൊക്കെ കണ്ടത്. സാക്ഷി സ്വയം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. പക്ഷെ ശ്രീ, ആ പേരെങ്ങനെ? സാക്ഷിക്കാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. അവൾ മുറിയിൽ ചെന്ന് തലവഴി പുതപ്പ് മൂടി കിടന്നു. പിന്നീടുള്ള 2 ദിവസം അഗ്നി ഡ്യൂട്ടി എന്നും പറഞ്ഞ് അവളെ ഒന്ന് അനങ്ങാൻ പോലും വിടാത്തതും സ്വപ്നവും രണ്ടും കൂടി ആയതോടെ സാക്ഷി അഗ്നിയെ ഓടിക്കാൻ വേണ്ടി ഒരു കിടിലൻ ഐഡിയ പ്ലാൻ ചെയ്തു. ശേഷം അവൾ രാത്രിയാവാൻ വേണ്ടി കാത്തിരുന്നു.